സൂപ്പർ കിട്ടില്ല, സൂപ്പർ പടം. മലയാളത്തിന്റെ മോഹൻലാൽ തുടരും. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു സാധാരണക്കാരൻ അസാധാരണമായ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെട്ടപ്പോഴത്തേക്കും എങ്ങനെ അവർ പ്രതികരിക്കുമെന്നാണ്. അപ്പം ഇത് നമുക്ക് ദൃശ്യം പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമ പോലെയോ അല്ല. ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങനെ തോന്നിയേക്കാം. അങ്ങനെയല്ല, ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കഥ തന്നെയാണ്. ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. അത് മോഹൻലാൽ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനെ വളരെ നല്ല രീതിയിൽ തന്നെ തരുൺമൂർത്തി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സെൽഫ് ട്രോളുകളെല്ലാം കുറേ വരുന്നുണ്ട്. സിനിമ തുടങ്ങി ആദ്യ ഒരു അരമണിക്കൂറിലെല്ലാം ഒരു സെൽഫ് ട്രോളും ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനായ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി മാൻ കാണിച്ചിട്ട് പിന്നീട് ഇൻ്റർവെൽ എത്തുമ്പോഴത്തേക്കും സിനിമയുടെ ഗ്രാഫ് കയറി പോകുന്നതും പിന്നെ ആ ഒരു ഗ്രാഫ് പിടിച്ചിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ വന്ന് തിയേറ്റർ വാച്ച് മസ്റ്റ് തന്നെയാണ്. പിന്നെ മോഹൻലാലിന് പ്രത്യേകിച്ച് താടി വെച്ച മോഹൻലാലിൽ നിന്ന് ഇത്രയും മികച്ച രീതിയിലുള്ള ഒരു അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടായിക്കാണ്. കാരണം അതൊരു ചെറിയ ഒരു സീനിൽ വരുന്ന ഒരു പുഞ്ചിരിയാണ്. പക്ഷേ ആ പുഞ്ചിരിക്ക് എത്രത്തോളം അർത്ഥങ്ങളുണ്ടെന്ന് നമ്മൾ ഈ ഒരു സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒത്തിരി അഭിനയ മുഹൂർത്തങ്ങൾ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് അഭിനയത്തിനെ കുറിച്ച് നമുക്ക് ആർക്കും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ കൂടെ അടുത്ത കാലത്ത് നല്ല വിമർശനങ്ങളുമായിട്ടെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ബ്രോ കിടിലം പടം, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുൺമൂർത്തി പണി വെച്ചിട്ടുണ്ട്. കിടിലം മോഹൻലാൽ പടം, അടിപൊളി കിടില എക്സ്പീരിയൻസ്. കിടില BGM ഒക്കെ ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. തരുൺമൂർത്തിയുടെ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ജാവ എന്നുള്ള ചിത്രത്തിനും സൗദി ഉള്ളതിനും ശേഷം ഒരു ഹാട്രിക് വിജയം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്ന ചിത്രം തന്നെയാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നല്ലൊരു മൂവിയാണ്. വിത്തൗട്ട് നെഗോഷ്യൻ ബ്രോ. തരുൺമൂർത്തി ഒരു ഹ്യൂജ് താങ്ക്സ്, നന്ദി, അത്ര പറയാനുള്ളൂ ബ്രോ. ഫസ്റ്റ് ഹാഫ് ഈസ് വേറെ ലെവൽ, സെക്കൻഡ് ഹാഫ് അതിക്കും മേലെ ലെവൽ. ലാലേട്ടൻ അങ്ങ് അഴിഞ്ഞാടിയിരിക്കുക. റിഡംഷൻ ആർക്കെന്നാ പറഞ്ഞു, മലയാളത്തിന് മോഹൻലാൽ ഈസ് ബാക്ക്. അത്ര കിടിലം പടം. എമ്പുരാനെക്കാട്ടി എനിക്ക് കൂടുതൽ പേഴ്സണലി മോഹൻലാലിൻ്റെ ആക്ടിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് സ്റ്റാർട്ടിങ് ചെൻത്ത് കിടിലായിരുന്നു. പടമാണ്, ഫാമിലി മൂവിയാണ്. നമുക്ക് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ്റെ പണി തിരിച്ചു വരാമെന്ന് വേണമെങ്കിൽ പറയാം. നോർമലി നമുക്ക് കൂട്ടസൂട്ട് ഇടേണ്ട കാര്യമില്ല. ലാലേട്ടൻ മാസം വേണമെങ്കിൽ മുണ്ടൊന്ന് മടക്കി കുത്തിയാൽ മതി എന്ന് വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. തുടരും. ഒരു നല്ലൊരു മൂവിയാണ്, ധൈര്യമായിട്ട് നിൽക്കണം. പടം ഇതാണ് വൈബ്, ലാൽ വൈബ്. ഞങ്ങൾ പ്രേക്ഷകർ മോഹൻലാലിനെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചോ അത് 101% തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറും M. രഞ്ജിത്ത് എന്ന് പറയുന്ന പ്രൊഡ്യൂസറും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ വളരെ വളരെ നന്ദി അവർക്ക്. വളരെ നല്ല പടം, എല്ലാവർക്കും ഫാമിലി ആയിട്ടും കുടുംബമായിട്ടും എല്ലാമായിട്ടും വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ. 101%. ഇതാണ് മോഹൻലാൽ, ഇതാണ് സിനിമ. ഇങ്ങനെയുള്ളൊരു മോഹൻലാലിനെ ഇതിനൊരു ഹൈപ്പ് പോലും ഇല്ലായിരുന്നു സിനിമയ്ക്ക്. അത്രയും ഹൈപ്പ് കൊണ്ടുവന്നിട്ട് അതിനെ മോഹൻലാലിനെ വെറും കോമാളിയാക്കിയാലാണ് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ പൊട്ടിത്തെറിച്ച അതെൻ്റെ അവകാശമാണ്. മോഹൻലാലിന് വേണ്ടി ഇനിയും അത് ചെയ്യും. കാരണം ഇത് മോഹൻലാലിൻ്റെ ഒരു റെഫറൻസ് സിനിമ. പഴയ മോഹൻലാൽ എങ്ങനെയായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു തരുന്ന സിനിമയാണ് ഈ സിനിമ. തുടരും, മോഹൻലാൽ തുടരും. മോഹൻലാൽ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാൽ എവിടെയും പോകത്തുമില്ല. മോഹൻലാൽ ഇവിടെ തന്നെ തുടരും. മലയാളത്തിൽ തുടരും മോഹൻലാൽ. എല്ലാവരും വന്ന് കുടുംബം അടക്കം വന്ന് ഈ സിനിമ കാണുക. അടിപൊളി സിനിമയാണ്. കൊടുക്കുന്ന പൈസയുടെ 100 ഇരട്ടി തരുന്ന സിനിമ. എല്ലാവരും വന്ന് കാണുക. 101% സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനെ ഒരു സിനിമ തന്നതിന് അവരുടെ പ്രൊഡ്യൂസർമാരുടെ അടുത്ത് 100 നന്ദി. കാരണം ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച മോഹൻലാൽ. ഇതാണ് ലാൽ വൈബ്. അൺബിലീവബിൾ ബ്രോ, അൺബിലീവബിൾ. കാരണം എന്താ പറയുമോ, നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത ഇതിനകത്ത് ക്ലാസ്, ഇതിനകത്ത് മാസ്, ഇതിനകത്ത് സ്റ്റോറി, ഇതിനകത്ത് BGM, ഇതിനകത്ത് ആക്ടേഴ്സ്, എസ്പെഷ്യലി ശോഭനയുടെ ഒരു കടന്നുവരവ്. പക്ഷേ അതിൽ അത്ര റോളില്ലെങ്കിലും ലാലേട്ടൻ ആ സ്ക്രീൻ മുഴുവൻ സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷിംഗ് വരെ ലാലേട്ടൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം. കാരണം എന്നറിയാമോ, ഒരു ചായ കുടിക്കാൻ വന്നവന് നല്ല ബിരിയാണി കഴിച്ചിട്ട് പോകുന്നൊരു ഫീലാണ് ഈ ഫിലിം വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത്രത്തോളം അൺബിലീവബിൾ. ഇതിനകത്തൊന്നും പറയാനില്ല. ഇത് പക്കയായിട്ട് ഒരു തുടർ ദൃശ്യ അനുഭവം. നമ്മൾ ദൃശ്യ സിനിമ കണ്ടെന്നല്ല കാത്തിരുന്ന സംഭവം എന്നല്ല കാരണം ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ചെറിയ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം വാരി തന്നതുപോലെ ആയിപ്പോയി. കാരണം എന്താ പറയുക, അത്രത്തോളം പീക്ക് ഫിലിം, യാതൊരു സംശയമില്ല. ഷൺമുഖൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ്, ലാലേട്ടൻ തന്നെയാണ് ഈ പടത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് എമ്പുരാൻ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു പീക്ക് പോലും ഇല്ലാതെ, ഒരു ഹൈപ്പ് പോലും ഇല്ലാതെ, ഒരു ഫാമിലി ത്രില്ലർ, ഒരു ഫാമിലി എൻ്റർടൈനർ വിഷുവായിട്ടും ഈസ്റ്ററായിട്ടും ഒക്കെ മലയാളികൾ സമ്മാനിച്ചിരിക്കുകയാണ്. ഈ സിനിമ 2025 ബ്ലോക്ക് ബസ്റ്ററിന് യാതൊരു സംശയവുമില്ല. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിഷ്വൽ ട്രീറ്റ്, ഒരു ഫാൻ ആയിട്ടുള്ളവർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. പണ്ടത്തെ വിൻറ്റേജ് മോഹൻലാലിനെ നമുക്ക് ത്രൂ ഔട്ട് ദ മൂവി 2.5 hours കണ്ടിരിക്കാം. നല്ല പടം.
അതായത് ക്ലാപ്സിന് മാത്രമേ അതിൽ സമയമുള്ളൂ. കുറേ പഴയ മൂവീസിൻ്റെ റെഫറൻസസ് ഉണ്ട്, ഡയലോഗ്സ് ആയാലും സ്ക്രീനിലാണെങ്കിലും അവരുടെ എന്താ പറയുക, അവരുടെ രണ്ടുപേരുടെയും പേര് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നല്ലൊരു സിനിമ കേട്ടോ, കിടിലം പടം, കിടിലം.